പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായി കാരുണ്യമായി നമ്മുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഈ കൃപയുടെ സമയം നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ മുമ്പിലായിരിക്കുന്നു. മനുഷ്യവംശത്തോട് അങ്ങ് കാണിച്ച അനന്തമായ സ്നേഹവും കരുണയും അത് ഓർക്കുന്തോറും എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത രീതിയിൽ നീ ഞങ്ങളുടെ ജീവിതങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യും. സങ്കീർത്തകൻ 94-ാം സങ്കീർത്തകൻ അതിൻ്റെ 18-ാം തിരുവചനം പറയുന്നത് പോലെ, എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അവിടുത്തെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. ദൈവത്തിൻ്റെ കാരുണ്യത്തിനൊരു വലിയ പ്രത്യേകത നമ്മൾ വചനത്തിൽ കാണുന്നതാണ്. നമ്മുടെ കാൽ വഴുതാൻ പോലും സമ്മതിക്കാതെ കരങ്ങളിൽ കാത്തു പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കാരുണ്യം. ആ കരുണയിൽ ആശ്രയിക്കുന്നവരെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ലെന്നുറച്ച വാഗ്ദാനം ചെയ്ത നല്ല തമ്പുരാൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ഒരു ഹൃദയത്തോടെ, ഒരു മനസ്സോടെ, ഒരേ ആഗ്രഹത്തോടെ ഈ നിമിഷത്ത് ദൈവം വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ദൈവം മനുഷ്യവംശത്തോട് കാണിച്ച വലിയ ആ സ്നേഹത്തെ ധ്യാനിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതും അകറ്റുന്നതുമായ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടവരാണ്. വളരെ പ്രത്യേകമായി ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനായിട്ട് നമ്മളെ തടസ്സപ്പെടുത്തുന്ന ചില പ്രലോഭനങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കും അത് സാധാരണ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ചിന്തകളാണ്, എല്ലാവർക്കും സംഭവിക്കുന്നത് പോലെയുള്ള ചിന്തകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും അതിനെയൊക്കെ നമ്മൾ മാറ്റി നിർത്താറുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, എന്തിനാ പള്ളിയിലൊക്കെ പോയി പരിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുന്നത്, ഇവിടെ ഇരുന്നൊക്കെ കൂടിയാൽ പോരെ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എൻ്റെ പ്രാർത്ഥനകൾ മുഴുവൻ നേരിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞാൽ പോരെ, എന്തിനാ പള്ളിയിലൊക്കെ പോകുന്നത്, കുമ്പസാരിക്കുന്നത്, നേരിട്ട് ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ പോരെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒത്തിരിയേറെ പാപങ്ങൾ ചെയ്തു പോയി, ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് രക്ഷയില്ല എന്നുള്ള ചിന്തയിൽ ഇനി വിശ്വാസമെല്ലാം ഉപേക്ഷിച്ച്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമെല്ലാം ഉപേക്ഷിച്ച് ജീവിച്ച് ജീവിതത്തിൽ ഒത്തിരിയേറെ അധപതനത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ മക്കളെ നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് ശരിയാണല്ലോ, ഇത് പറഞ്ഞത് കാര്യം കറക്റ്റാണല്ലോ എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കും. പക്ഷെ അത് സാത്താൻ്റെ ഏറ്റവും വലിയ ഒരു പ്രലോഭനമാണ് എന്ന് ഓരോ ദൈവ പൈതലും തിരിച്ചറിയണം. അതായത് ദൈവം വചനത്തിലൂടെ കൃത്യമായിട്ടും പറയുന്ന കാര്യമാണ്. അതായത് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് അത് അനന്തമായ കാര്യമാണ്. അതൊരു അനന്തം, അല്ലെങ്കിൽ അതിനൊരു എൻഡില്ലാതെ എല്ലാവരോടും ഇത്രമാത്രം വാരിക്കോരി കൊടുക്കപ്പെടുന്നൊരു കാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ ഒരു സ്നേഹം, ഒരു പാപിക്ക് ദൈവം കൊടുക്കുന്ന ആ ഒരു വലിയ സ്നേഹത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കരുണ. പ്രിയപ്പെട്ട, ഇതുപോലെ ദൈവം കരുണ കാണിക്കുമ്പോൾ ആ കരുണയിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും മാനുഷികമായ ചിന്തകളിൽ നമ്മൾ കുടുങ്ങിപ്പോകുന്നുണ്ട്. അവിടെ വചനവും ബാക്കിയുള്ള നമ്മുടെ വെളിപ്പെടുത്തലുകളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാനാണ്.
വിശുദ്ധ ഫൗസ്റ്റിനായുടെ, കരുണയുടെ മിഷണറിയായ വിശുദ്ധ ഫൗസ്റ്റിനായുടെ ഡയറി കുറിപ്പിൽ കൃത്യമായിട്ടും പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ ആത്മാവിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നന്മയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ദൈവത്തിൻ്റെ നന്മയിലും ദൈവത്തിൻ്റെ കരുണയിലുമൊക്കെ ഉള്ള വിശ്വാസം അവർ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതാണ് അവൻ്റെ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ദുഃഖം. പോലീസ് പറയുകയാണ്, കൃത്യമായിട്ടും ഫൗസ്റ്റിനായ്ക്ക് അതിൻ്റെ ഒരു വെളിപ്പെടുത്തലിൻ്റെ സമയത്ത് കൃത്യമായിട്ടും വചനം ഫൗസ്റ്റിനായ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഒരു കാര്യമുണ്ട്, എൻ്റെ ഏറ്റവും വലിയ പാപികൾ എൻ്റെ കരുണയിൽ വിശ്വാസം വെച്ചാൽ അവർ വിശുദ്ധ പദവിയിലേക്കെത്തും. അതായത് ഒരു കാലത്തും ഞാൻ അവരെ ഉപേക്ഷിക്കത്തില്ല. ദൈവം ഫൗസ്റ്റിനായിലൂടെ ലോകത്തിന് കൊടുത്തൊരു വലിയ ഉറപ്പാണ്, കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ ഒരു കാലത്തും ഞാൻ ഉപേക്ഷിക്കത്തില്ല, അവരെ വിശുദ്ധരുടെ പദവിയിലേക്ക് എത്തിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപമൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും പാപത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് നമ്മളെ എപ്പോഴും അതിലേക്ക് ആകർഷിക്കുന്നു. അതിനുശേഷം പാപത്തിൻ്റെ ഒരു നൈമിഷികമായ സുഖം അനുഭവിച്ച് കഴിയുമ്പോൾ വീണ്ടും അത് പാപത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ മനുഷ്യനായിട്ട് നരകിപ്പിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നൊരു കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ എപ്രകാരമാണ് പിശാച് സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന ആദിമാതാവായ ഹവ്വായെ പ്രലോഭിപ്പിക്കുന്നതെന്ന്. ഹവ്വായുടെ അടുക്കൽ വന്നിട്ട് ഹവ്വ പറയുന്നത്, ദൈവം എന്താണോ മനുഷ്യനോട് പറഞ്ഞത്, ആദിമാതാപിതാക്കളായ ആദത്തോടും ഹവ്വായോടും പറഞ്ഞത്, അതിൻ്റെ വിപരീതമാണ് സാത്താൻ പറഞ്ഞു കൊടുക്കുക. ദൈവം പറഞ്ഞു, ഇതെല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ട്, നിങ്ങളൊരു കാര്യം മാത്രം ചെയ്യാൻ പാടില്ല, ഈ ഒരു ഏദൻ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ കഴിക്കാൻ പാടില്ല. അത് മാത്രമാണ് ദൈവം പറഞ്ഞത്. പക്ഷേ ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. അതേസമയത്ത് 3-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞു, സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. അതായത് പിശാച് മനുഷ്യനെ കബളിപ്പിക്കുന്നത് അവൻ്റെ ജീവിതത്തിലേക്ക് തെറ്റിദ്ധാരണകൾ നൽകിയ, അവൻ്റെ യഥാർത്ഥ ബോധ്യങ്ങളെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കുക. അങ്ങനെയാണ് അവൻ വിജയിക്കുക. അവിടെ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളും ചിന്തിക്കും, ഇതൊക്കെ ശരിയാണല്ലോ. പക്ഷേ ഇത് പിശാചിൻ്റെ പ്രലോഭനമാണെന്ന് തിരിച്ചറിയാൻ ഇതിനേക്കാൾ വലുതാണ്. ഒരു പാപിക്ക് എപ്പോഴും അഭയം പ്രാപിക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ കരുണയിലാണ് എന്ന് നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രലോഭനത്തെ വീഴാതിരിക്കാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ബോധവാന്മാരായി മാറുക. അതായത് എന്തുമാത്രം ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിക്കാൻ പറ്റുന്നുണ്ടോ, എന്തുമാത്രം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അത്രമാത്രം ഈ ഒരു പ്രലോഭനത്തെ വീഴാതിരിക്കാൻ പറ്റും. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ കരുണയുടെ കൂദാശകളായ വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുമ്പസാരവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റും. പലപ്പോഴും പിശാച് തരുന്ന ഒരു വലിയ പ്രലോഭനമാണ്, നീ സാരമില്ല, ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇന്ന് ഭയങ്കര പ്രയാസമാണ്, മഴയാണ് അല്ലെങ്കിൽ വെയിലാണ്, ഒത്തിരി ദൂരം പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത് ഈ ഒരു വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും കുമ്പസാരിക്കാനായിട്ട് ചെല്ലുമ്പോൾ എന്തിനാ അവിടെ ചെല്ലുന്നത്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അയ്യോ കുമ്പസാരിപ്പിക്കുന്ന വൈദികൻ അവിടെ ഇല്ല, അല്ലെങ്കിൽ കുമ്പസാരിപ്പിക്കുന്നത് വലിയ ക്യൂ ആയിരുന്നു എന്നൊക്കെ ഒത്തിരിയേറെ കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഈ ഒരു കുമ്പസാരവും വിശുദ്ധ കുർബാനയും ഒക്കെ മുടക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയുടെ കൂദാശകളിൽ നിന്നൊക്കെ നമ്മൾ അകന്നു പോവുകയാണ്. മൂന്നാമതായിട്ട് കർത്താവിൻ്റെ ആ കരുണയുടെ വക്താക്കളായി മാറുന്നത് മാത്രമല്ല, കാരുണ്യ പ്രവൃത്തിയിലൂടെ കർത്താവിൻ്റെ കരുണയിൽ പങ്കുചേരുന്നവരായിട്ട് നമ്മൾ മാറണം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ വീണു പോകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, മറിച്ച് അതിനേക്കാൾ ഉപരി ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായിട്ട് മാറണം. അതായത് പിശാച് പറയുന്നതല്ല നമ്മൾ കേൾക്കേണ്ടത്, ദൈവം പറയുന്നത് നമ്മൾ കേൾക്കണമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു കൃപയുടെ സമയത്ത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാൻ ഒത്തിരിയേറെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്,
പലപ്പോഴും ഒത്തിരിയേറെ വേദനകളിലൂടെ, സങ്കടങ്ങളിലൂടെയും അതിൻ്റെയൊക്കെ നരകയാതനകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവെ, നിൻ്റെ കരുണയിൽ ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങൾക്കെല്ലാവർക്കും നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ കരുണയൊഴുകുന്ന ഹൃദയത്തിൽ സ്ഥാനമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നിന്നിൽ അഭയം പ്രാപിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായി ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ ബോധ്യങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാം. പിശാച് പറയുന്നതോ അവൻ്റെ തന്ത്രങ്ങളിലോ വീണു പോകാതെ ദൈവം പറയുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നവരായിട്ട് മാറുക. സങ്കീർത്തകൻ പറയുന്നു, കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്തെത്തുമായിരുന്നു. കർത്താവ് കരുണ കാണിച്ചത് കൊണ്ടാണ് ഈ ഒരു നിമിഷം വരെ നമ്മളായിരിക്കും. ആ ഒരു വലിയ ബോധ്യത്തോടെ നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, നിൻ്റെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മുടെ എല്ലാ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും വ്യക്തിപരമായ നിയോഗങ്ങളും ഈ ആലയത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിൻ്റെ കരുണയിൽ സമർപ്പിക്കാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആന്തരിക സൗഖ്യ ധ്യാനത്തെയും അതിൽ പങ്കെടുക്കുന്നവരെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയെ നിൻ്റെ കരുണയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ ആളുകൾ നിയോഗങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് പ്രാർത്ഥിക്കുവാനായി. കടബാധ്യതകളിലും രോഗത്തിൻ്റെ അവസ്ഥകളിലും ഒത്തിരിയേറെ തടസ്സങ്ങളിലും അനുകൂലം പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ ജീവിതം കടന്നു പോകുന്ന ഒത്തിരിയേറെ മക്കൾ, എല്ലാവരുടെ നിയോഗങ്ങൾ കർത്താവേ നിൻ്റെ കരുണയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു ഏറ്റു പറഞ്ഞുകൊണ്ട് നിൻ്റെ മുമ്പിൽ മുട്ടിന്മേലായിരിക്കണം. കർത്താവേ, ഞങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നും